ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി ഭാഗം കേട്ടോ. മോർണിംഗൊക്കെ കഴിഞ്ഞ് നമ്മൾ ലഞ്ചിനുള്ള പ്രിപ്പറേഷനിലാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് മീൻ കൊടുന്ന് വെച്ചതുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുമ്പളങ്ങ വെച്ചിട്ടൊരു കറിയും ബീൻസ് വെച്ചിട്ടൊരു ഉപ്പേരിയും റൈസുമാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചോറിൽ ഉള്ള പരിപാടിക്ക് നിൽക്കുകയാണ്. ഞാൻ കുക്കറിലാണ് സാധാരണ റൈസ് വെക്കാറ്. അപ്പോൾ കുക്കറിൽ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് അവിടെ വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് അരി ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ആദ്യം അത് അവിടെ കത്തിച്ച് സെറ്റാക്കി വെച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് പാത്രങ്ങൾ ക്ലീനാക്കി വെക്കാണ്ടായിരുന്നു. രാവിലത്തെ ഫുഡ് കഴിച്ചതിൻ്റെ കുറച്ച് പാത്രങ്ങൾ മാത്രമുണ്ട് കഴുകി വെക്കാൻ. അപ്പോൾ ആദ്യം അതാണ് കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ക്ലീൻ ആവുമല്ലോ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ മാതിരി പാത്രം കഴുകണ പണി എന്നും നമ്മൾ വീട്ടമ്മമാർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും നമ്മളൊരു ദിവസം എത്രത്തോളം പാത്രം കഴുകേണ്ട ഒരു വീട്ടിൽ. പക്ഷേങ്കിൽ അത് നമ്മളെപ്പോൾ എത്ര അപ്പോൾ കഴുകാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പിന്നെ ലാസ്റ്റ് നമ്മളെ പരിപാടിയൊക്കെ കഴിയുമ്പോൾ ആവശ്യത്തിന് പാത്രം പിന്നെ സിങ്കിലുണ്ടാവും. ഇത് എവിടുന്നാണ് വരുന്നതെന്ന് നമ്മൾ തന്നെ ആലോചിച്ച് പോകും. അത് നോർമലി എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഞാനിവിടെ പാത്രം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ആര്യൻ അതേ കൂടെ വന്ന് കളിക്കുന്നുണ്ട്. ഞാനും അവനും ഒറ്റയ്ക്ക് ഉള്ളൂല്ലോ അപ്പോൾ ആ ടൈമിൽ. അപ്പോൾ സാധാരണയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവനിക്കാൻ്റെ കൂടെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇന്നെ ഇതേപോലെ ഇങ്ങനെ ഡിസ്റ്റർബ് ആക്കിൻ്റെ പിന്നാലെ നടക്കും. എന്നാലും ആൾ വലിയ ശല്യമൊന്നുമില്ല കേട്ടെന്ന് എന്നെ എല്ലാതും എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം അതാത് സാധനത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബാക്കി പ്രിപ്പറേഷൻ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഒരുപാടൊന്നും ഉണ്ടായില്ല പാത്രം കഴുകാൻ. ഞാൻ ഇടയിൽ കൂടെ ഒക്കെ കഴുകിയതുകൊണ്ട് ഏക്കരം കുറച്ചേ ഉള്ളൂ. സാധാരണ ഇതിലേറെ ഉണ്ടാവാറുണ്ട്. സാധാരണ രാവിലത്തെ ചായയും കടിയും കുടിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു ലോഡ് പാത്രം കഴുകാനുണ്ടാവും. ചിലപ്പോൾ എനിക്കത് കഴുകാനേ തോന്നില്ല. എന്ന് പിന്നെ കുറച്ചുള്ള ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ കഴുകാനുള്ളൊരു ഇൻട്രസ്റ്റ് എവിടുന്നോ വന്ന് ഞാനത് പെട്ടെന്ന് കഴുകി. പിന്നെ ഇപ്പോൾ ഫിഷ് തലേന്ന് കൊടുന്ന് വെച്ചതാണ് കേട്ടോ. ഇത് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം വെള്ളം വെച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രഷ്നെസ് പോവില്ല. അപ്പോൾ ആ വെള്ളം തണുക്കാൻ വേണ്ടിയിട്ട് തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് ഞാനത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളമായി അത് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം ഇനി നമുക്കത് സെറ്റാക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിൻ്റെ ചോറിനുള്ള വെള്ളം തിളക്കാനായപ്പോൾ ഞാൻ അരി ഇടുകയാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് മട്ട റൈസാണ് ഉള്ളത്. അത് തീരാനായി. ഇനി ഞാൻ മേടിച്ചിട്ടുള്ളത് നോർമൽ റൈസാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് കിട്ടിയിട്ടില്ല. റൈസ് കുറവാണ്. ഈ റൈസാണ് പൊതുവേ ഞാൻ മേടിക്കൽ. പക്ഷെ ഇതിന് കുറച്ച് വേവ് കൂടുതലാണ്. മറ്റേതാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പെട്ടെന്ന് വേവും. അപ്പോൾ ഞാൻ മാറ്റി മാറ്റി മേടിക്കാറുണ്ട്. ഇത് ഞാൻ മേടിക്കാൻ പോയ കടയിൽ മട്ട റൈസ് വേവ് കുറവുള്ളതുണ്ടായില്ല, നല്ല കൂടുതലാണ്. അപ്പോൾ ഞാൻ മേടിച്ചില്ല. നോർമൽ റൈസ് തന്നെ രണ്ടാമത് മേടിച്ചിട്ടുള്ളത്. ഈ റൈസ് ആകുമ്പോൾ ഒരു 3-4 വിസിലൊക്കെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആവുള്ളൂ. നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ അരി എപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ വേവ് കയറും അല്ലെങ്കിൽ വേവ് കുറയും. അതിൻ്റെ ഇടയിൽ പാകം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന റൈസ് തന്നെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വേവൊക്കെ നമുക്കറിയാമല്ലോ. നമ്മൾ മാറ്റി മാറ്റി മേടിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു വേവ് അറിയാതിരിക്കും. കുക്കറിൽ ചോറ് വെക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുക. നമുക്ക് ആ റൈസിൻ്റെ വേവും കുക്കറിൽ വെക്കാൻ നമുക്ക് ഏകദേശം അറിയുന്നുണ്ടെങ്കിൽ റൈസ് നോർമലി നമ്മൾ അടുപ്പിലൊക്കെ വെക്കണ പോലെ തന്നെ ടേസ്റ്റിൽ കിട്ടും. മീൻ ഓൾറെഡി ഞാൻ ക്ലീനാക്കി വെച്ചതേനും. എന്നാലും ഒന്നും കൂടി ഒന്ന് ക്ലീനാക്കിയിട്ട് സെറ്റാക്കി അത് കഴുകി എടുത്തിട്ട് വേണം അത് മസാല തേക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബീൻസ് ഉപ്പേരി വെക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ബീൻസ് അരിയുക എന്നുള്ളത് നല്ലൊരു ചടങ്ങാണ്. നല്ല ചെറുതാക്കിയിട്ട് അരിയണമല്ലോ. ഈ ഫിഷ് ഇത് നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ചതാണ്. നല്ല ഫ്രഷ് മീൻ കിട്ടിയപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വത്തൾ മീൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇന്നലെ വെച്ചു. അപ്പം തന്നെ വത്തൾ എനിക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല. അതപ്പോൾ ഞാനത് ഫ്രഷായിട്ട് അപ്പം തന്നെ എടുത്തു. ഇത് ഞാൻ പറഞ്ഞ പോലെ വെള്ളത്തിൽ സെയിം അത് മീൻ വെച്ചിട്ട് അതിൻ്റെ ഒപ്പത്തിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ കട്ടാവും. അപ്പോൾ ആ മീൻ പെട്ടെന്ന് കേടന്ന് പോവില്ല. ഞാൻ ഇതൊരു വീഡിയോയിൽ കണ്ടതാട്ടോ. പക്ഷേ എനിക്കത് വർക്ക് ചെയ്യുന്നു. കാരണം എനിക്ക് തോന്നിയതിന് ഫിഷ് അതേപോലെ ഫ്രഷായിട്ട് നിൽക്കണം. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മീനൊക്കെ ഒന്ന് ജസ്റ്റ് അത് വരഞ്ഞ് കൊടുത്താൽ മസാല ഒക്കെ എല്ലായിടത്തും ഒരേപോലെ പിടിച്ചോളും. അപ്പോൾ മീനിപ്പോൾ ഒരുവിധം എല്ലായിടത്തു നിന്നും നന്നാക്കി കിട്ടുന്നതുകൊണ്ട് നമുക്ക് പകുതി പണി അവിടെ തീരും. പക്ഷെ അവർ നന്നാക്കി അതേപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം അവർ നന്നാക്കി തന്നാലും കുറേയൊക്കെ ക്ലീൻ ആക്കാൻ നമുക്കുണ്ടാവും. എന്നാലും പകുതി പണി ഉണ്ടാവുള്ളൂ സാരം. എന്നാലും സെറ്റാണ്. അങ്ങനെ ഫിഷ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫിഷ് മേടിക്കണത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് മേടിച്ചതാണ്. നമ്മൾ സ്ത്രീകൾക്കൊരു പ്രത്യേക തരം കഴിവുണ്ട്. അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരു ടൈമിൽ തന്നെ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ ചോറ് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മീൻ നന്നാക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഉപ്പേരി കറി അങ്ങനെ എല്ലാ ഐറ്റംസും സെറ്റാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. മീനിക്ക് നമുക്ക് ഒരു ചെറിയ ചതവ് ഉണ്ടാക്കിയെടുക്കണം. അതിന് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും
സാധാരണ ഞാൻ ചെറിയ ഉള്ളി എടുക്കലുണ്ട്, ഇതിൽ ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടില്ല. വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ അതുപോലെ തന്നെ വലിയ ജീരകവും അവിടെ മിക്സിയിലടിച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ മീനിൽ ഉപയോഗിക്കൽ. അപ്പോൾ അതിനുള്ള ഉള്ളിയും ഇഞ്ചിയൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചെറിയ ചെറിയ പണി. സാധാരണ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ഇത് ഒന്നായിട്ട് ഉണ്ടാക്കി വെക്കും ഫ്രിഡ്ജിൽ, എന്നാൽ പിന്നെ ആവശ്യം ഉണ്ടാകുമ്പോൾ അങ്ങനെ എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഓൾറെഡി ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അപ്പം ഉണ്ടാക്കിയിട്ട് വേണം സാധനങ്ങൾ. പക്ഷേ ഇത് നമ്മളെപ്പോഴും ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുകയാണോ ഒന്നുകൂടിയും ബെറ്റർ. അപ്പോൾ ആ ചതവ് ഞാൻ കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണ് ചതവ് ഉണ്ടാക്കൽ. കാരണം എന്നെങ്കിൽ എനിക്ക് നല്ല പേസ്റ്റായിട്ട് കിട്ടുള്ളൂ. എനിക്കത് നല്ല പേസ്റ്റായിട്ട് കിട്ടണം, എന്നെങ്കിലേ ഒരു മസാല തേച്ച് പിടിപ്പിക്കാനൊരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ചതവും സെറ്റാക്കിയതിന് ശേഷം മീൻ ആദ്യം മസാല തേച്ച് വെച്ചാൽ അത് കുറേ നേരം അതിൻ്റെ മസാല മീനിക്ക് പിടിക്കാൻ വേണ്ടിയാണ്ട് വെക്കാമല്ലോ. അപ്പോൾ മീൻ ഞാൻ എടുത്ത് മസാല തേക്കാൻ നോക്കുകയാണ്. അത് ഞാൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും മസാലയിൽ കൂട്ടില്ല. മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും പിന്നെ ഈ ഒരു ചതവും തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ എന്തായാലും പൊരിച്ച് വന്നപ്പോൾ മീൻ ടേസ്റ്റ് ഉണ്ടായിനി. മീനിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, എക്കെന്തോ പേര് പറഞ്ഞു തന്നീനി, ഞാനത് മറന്ന്. എനിക്കെല്ലാ മീനും ഏകദേശം ഒരേപോലെ തിരിച്ചറിയണ മീനുകൾ മത്തിയും വത്തളും അതേപോലെ തന്നെ അയില അങ്ങനത്തെ മീനുകളെ കുറച്ചൊക്കെ എനിക്ക് പേര് തിരിച്ചറിയുള്ളൂ. അല്ലാത്ത മീനൊക്കെ എനിക്ക് ഒരേപോലെയാണ്. അതിപ്പോൾ എങ്ങനെയായാലും നമ്മൾ കഴിക്കും പൊരിക്കും അത്ര തന്നെ ഉള്ളൂ. പിന്നെ ചതവ് എനിക്കാണെങ്കിൽ ചതവ് ആക്കി കഴിഞ്ഞാൽ അത് മൊത്തം മിക്സിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു സമാധാനമാവുള്ളൂ. അതൊക്കെ പാടെ കൂട്ടിയിട്ട് പിന്നെ എനിക്ക് മീൻ കൈ കൊണ്ട് അങ്ങനെ ഇതാക്കാൻ വയ്ക്കില്ല. കാരണം എൻ്റെ കൈ പെട്ടെന്ന് സ്കിന്ന് കട്ടി കുറവാണ്, പെട്ടെന്ന് ചുട്ടെത്തും, ഭയങ്കര നീറ്റലേക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പണി തുടങ്ങിയ മുതൽക്കും ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യൽ. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. ചില ആൾക്കാർ ഞാനിതിങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ മീനിമ ശരിക്കും പിടിക്കുമോ, കൈയേറ്റ് തിരുമ്പിയാലേ മീനിമ പിടിക്കുള്ളൂ എന്നൊക്കെ പറയും. പക്ഷേ എനിക്കിതിപ്പോൾ ശീലമായതുകൊണ്ട് അതെനിക്ക് സെറ്റാണ്. അപ്പം ഞാനിനി മീൻ അവിടെ മസാല തേച്ച് വെച്ചു. ഇനിയിപ്പോൾ ഉപ്പേരിക്ക് സെറ്റാക്കിയാലോ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് തോന്നിയത് ഉപ്പേരി ആവുന്നതിന് മുമ്പ് കറിക്കുള്ളത് അരിഞ്ഞ് കഴിഞ്ഞാൽ കറി കുക്കറിൽ വെക്കണം. കുമ്പളങ്ങയും പരിപ്പും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അത് വിസിൽ വരുമ്പോഴത്തേനും അത് പെട്ടെന്ന് സെറ്റാക്കാമല്ലോ. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ഫസ്റ്റ് ചെയ്തത്. കുമ്പളങ്ങ ചെറുതാക്കിയിട്ട് അരിയുക. ഞാനിതിങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയണത് വെച്ചാൽ എൻ്റെ വീഡിയോസ് ഇപ്പോൾ കുക്ക് ചെയ്യാനൊന്നും അറിയാത്ത ചെറിയ കുട്ടികൾ, അതേപോലെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ആരെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഓൽക്കൊന്നും കൂടി ഹെൽപ്ഫുൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കറി വെക്കണേയും ഉപ്പേരി വെക്കണതും അതേപോലെ തന്നെയും ഫിഷ് ഫ്രൈ ചെയ്യണമൊക്കെ പറയണം കേട്ടോ. കാരണം ഇത് കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടണ്ടേ. ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ കുക്ക് ചെയ്യാൻ വഹിച്ചോളണമെന്നില്ല. പിന്നെ പലരുടെയും കുക്കിംഗ് രീതി പല വിധത്തിലേക്കരും. അപ്പോൾ ഞാൻ പൊതുവേ എൻ്റെ കുക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ നോർമൽ ഫുഡൊക്കെ ഞാൻ ഇക്കാൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അത് ഇക്കാക്ക് അതേപോലെ തന്നെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് അതിൽ മാറ്റം വരുത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതേ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ ഞാൻ കറി വെക്കാൻ വേണ്ടി ആവശ്യത്തിന് പരിപ്പും പിന്നെ നമ്മളെ കുമ്പളങ്ങയും അതേപോലെ തന്നെ തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പ് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല പിന്നെ ഒരു ഇച്ചിരി പുളി ഇത്ര ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് കുക്കർ ഒരു 2 വിസിൽ വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റായിക്കോളും. പിന്നെ നമുക്ക് ഇതിലേക്കൊരു ചെറിയ അരപ്പ് ഉണ്ടാക്കണം. കുറച്ച് തേങ്ങ ചിരവിയിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും 1-2 ഇല്ലി വെച്ചിട്ട് അതും കുറച്ച് ചെറിയ ജീരകവും വെച്ചിട്ട് നമ്മൾ ഒരു ചെറിയ അരപ്പും കുറച്ച് വെള്ളമൊക്കെ ലൂസിൽ കുറച്ച് അരപ്പുണ്ടാക്കിയെടുക്കണം. അതും ഇതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറീൻ്റെ പരിപാടി അത്രേ ഉള്ളൂ. പക്ഷേ പറയുമ്പോൾ ഇത്ര സിമ്പിളാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ പാടെ സെറ്റായി വരുമ്പോഴത്തേനും ഒരുപാട് സമയം പിടിക്കും. കാരണം നമ്മൾ ഓരോന്നും ഇങ്ങനെ ചെയ്ത് വരണമല്ലോ. പിന്നെ എക്സ്പീരിയൻസ് ആയ ആൾക്കാർക്ക് പെട്ടെന്ന് ഉണ്ടാവും, ചടപടേ തീരും. പിന്നെ എനിക്ക് ഒന്നാമത് ഞാൻ ഭയങ്കര സ്ലോ ആണ് എല്ലാ പണിയിലും എനിക്ക്. പക്ഷേ ഇപ്പം ഞാൻ കുറച്ചും കൂടെയൊക്കെ ബെറ്റർ ആയിക്കാന്നാണ് എനിക്ക് തോന്നണത്. പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സമയം വേണം ഓരോ പണി എടുക്കണം എന്നുണ്ടെങ്കിലും. പക്ഷേ ഇപ്പോൾ നമ്മളിങ്ങനെ ഡേ ബൈ ഡേ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നോർമലായിട്ടും സ്പീഡ് കൂടും. ഈ കറികളൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളത് ഇക്കാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ. എനിക്കും ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലും ഈ കറിയൊക്കെ അതേപോലെ വെക്കൽ. പക്ഷെ എൻ്റെ വീട്ടിലും ഇക്കാടെ വീട്ടിലൊക്കെ കുക്കിങ്ങിൽ ചില കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാവലുണ്ട്. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന പല രീതിയിലല്ല ഇക്കരം എന്താ പറയുക നമ്മൾ ചെന്ന വീട്ടിലുണ്ടാക്കുക. എനിക്ക് തന്നെ കുറേ ഉപ്പേരികളിലും കറികളിലൊക്കെ നല്ല വ്യത്യാസം ഫീൽ ചെയ്യലുണ്ട്. എന്നിട്ട് ചില സമയത്ത് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ചോദിക്കും ഈ ആ കറി എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ. അപ്പം എല്ലാവരും ഓരോരുത്തർക്കും കുക്കിങ്ങിൻ്റെ രീതി പല ഇതായിരിക്കും. ഞാൻ നോർമലായിട്ടുള്ള ഫുഡുകൾ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കൽ. അപ്പം നമുക്ക് ഉപ്പേരിക്കുള്ളത് ഏകദേശം ഞാൻ ബീൻസ് അരിഞ്ഞു വെച്ച് പിന്നെ അത് സാധാരണ ഞാനിതിൽ ആഡംബരം ചെയ്യാറില്ല. അതായത് ബീൻസിൽ തേങ്ങ ഒക്കെ ഇട്ടിട്ട് വെച്ചാൽ ഇക്കൊക്കെ അത്രയ്ക്ക് ഇഷ്ടമല്ല. ബീൻസ് നോർമലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇടുക,
എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീൻസും അതിക്കിടുക, ആവശ്യത്തിന് ഉപ്പും പച്ചമുളകും കീറിയിട്ടതിന് ശേഷം അതൊന്ന് നല്ല രീതിയിൽ ആ എണ്ണയിൽ വഴറ്റി. ഇത് ബീൻസ് ആകുമ്പോൾ പെട്ടെന്ന് വേവും, അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം വെക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അത് അങ്ങനെ സിമ്മിലിട്ട് അടച്ചു വെച്ചാൽ അതാക്കും പോലെ ആയിക്കോളും. അപ്പോഴത്തേന് എൻ്റെ ചോറ് സെറ്റായിന്. ചോറ് ഇനി കുക്കറിൽ നിന്ന് അതേപോലെ എല്ലാവർക്കും, ഞാൻ കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടിരിക്കണം കുക്കറിൽ ചോറ് വെച്ചാൽ സെറ്റാവില്ല എന്ന്. പക്ഷേ എനിക്ക് കുക്കറിൽ ചോറ് വെച്ചാൽ സെറ്റാണ്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദ്യം നല്ലോണം നമ്മളൊന്ന് വെള്ളമൊക്കെ പാർന്നിട്ട് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ആദ്യം മാറ്റി വെക്കും, എനിക്ക് ആര്യന് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നല്ലോണം വെള്ളം പാർന്ന് ആദ്യം ഒന്ന് വെള്ളം പാരും, എന്നിട്ട് അതൊന്ന് കളഞ്ഞ് പിന്നെയും വെള്ളം പാരും, എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഊറ്റിയെടുക്കലാണ്. പിന്നെ നമ്മൾ ഊറ്റിയിടുന്ന പാത്രം നല്ലോണം ഡ്രൈ ആക്കിയിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ വെള്ളം വന്നിട്ട് പിന്നെ ലാസ്റ്റ് എടുക്കാനാവുമ്പോൾ ഒരു വെള്ളം പോലെ ആവും റൈസ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രം ഒന്ന് ഡ്രൈ ആക്കി വെച്ചിട്ട് ഈ നല്ലോണം വെള്ളം പാർന്ന് കൊട്ടക്കൈയിൽ ഊറ്റി വെച്ചാൽ റൈസൊക്കെ സെറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഉപ്പേരി ഞാൻ സെറ്റാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ഉള്ളി ഏകദേശം മൂത്തപ്പോൾ ഈ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീൻസ് അതൊക്കെ ഇട്ടിട്ട് ആക്കി കൊടുത്തു. അത്രേ പരിപാടിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം ഉപ്പേരിൻ്റെ പരിപാടിയും കഴിഞ്ഞു, ചോറും സെറ്റാക്കി. അതേപോലെ തന്നെ കറിക്കുള്ളത് അവിടെ വെന്തിട്ട് ഞാൻ കുക്കർ താഴേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്ക് കുറച്ച് അരപ്പുണ്ടാക്കണം. ഞാൻ പറഞ്ഞല്ലോ കറിക്കുള്ളത്, അത് തേങ്ങ ഒരു മുറി മുഴുവനില്ലത്, ഞങ്ങൾക്കാവുമ്പോൾ കുറച്ച് മതിയല്ലോ. എന്നാൽ തന്നെ തേങ്ങ അരച്ച് വെച്ചിട്ട് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ, എനിക്കാണെങ്കിൽ തലേ ദിവസത്തെ കറി പിറ്റേ ദിവസം എടുക്കണ വലിയ ഇഷ്ടമല്ല, അക്കാർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഇത് ബാക്കിയായി കഴിഞ്ഞാൽ പിന്നെ ഇത് കളയണം, അപ്പോൾ എനിക്ക് സങ്കടം. അപ്പോൾ എത്ര ഞാൻ കുറച്ചുണ്ടാക്കാൻ ശ്രമിച്ചാലും എങ്ങനെയെങ്കിലും കറി എന്നാലും ബാക്കി വെക്കണം. ബാക്കി ഉപ്പേരിയും മീനൊക്കെ എല്ലാവരും നല്ലോണം കഴിക്കും, കറി എങ്ങനെയെങ്കിലുമൊക്കെ ബാക്കിയാവും. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അതിലേക്ക് എടുത്തിട്ടുള്ളത് തേങ്ങയും ഒരു ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ചെറിയ ജീരകം, ഇത്രയും മാത്രം. ആവശ്യത്തിന് വെള്ളവും കൂട്ടിയിട്ട് അരച്ചാൽ നമ്മൾ കറിക്കുള്ള പേസ്റ്റും ആവും. ചില ദിവസങ്ങളിൽ എനിക്ക് ചോറുണ്ടാക്കാനൊക്കെ ചിലപ്പോൾ നല്ലോണം നേരം വൈകലുണ്ട്, ആരെയും ഒട്ടും സമ്മതിക്കില്ല. ഇന്ന് അവന് ആ സൈക്കിൾമയും അവൻ്റെ കാറുമ്മയൊക്കെ കൂടിയിട്ട് അടുക്കള ഭാഗത്തേക്ക് വരുന്നേ ഇല്ല, അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത്. പിന്നെ ചില ദിവസങ്ങളിൽ ഞാൻ അവനെ ഉറക്കിയതിന് ശേഷമൊക്കെ ആഹിൽ വരാൻ നേരമാകുമ്പോഴത്തേനും ഫുഡ് ഉണ്ടാക്കൽ. അപ്പം ഞാൻ ആ കറി ജസ്റ്റ് ഒന്ന് ഒന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതൊക്കെ അരപ്പ്, എനിക്ക് ഇതേപോലെ അരപ്പ് നന്നായിട്ട് ഫുള്ളുള്ളതും വെള്ളം പാർന്ന് ചുവറ്റെടുത്താലേ ഒരു സമാധാനമാവുള്ളൂ. അപ്പോൾ അതൊരു ചെറിയ തള വന്നാൽ മതി, നന്നായിട്ട് തിളക്കണ്ട. അപ്പോൾ തേങ്ങയും കറിയും വേറെ വേറെ ആയി നിൽക്കും. അപ്പോൾ ഒരു ചെറിയ തള വരുമ്പോൾ തന്നെ നമ്മളത് മാറ്റി വെക്കുക. എന്നിട്ട് പിന്നെ നമ്മളൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കടുകും കുറച്ച് ചെറിയ ജീരകവും അതേപോലെ തന്നെ കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം പൊട്ടിക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇത് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം കുറച്ച് മുളകും പൊടി ആ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആ വറവ് എടുത്തിട്ട് കറിയൊക്കെ ഒഴിച്ചെടുക്കുക. അത്രയും ചെയ്താൽ മതി. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കുമ്പളങ്ങ കറി നമുക്ക് സെറ്റാണ്. അപ്പോൾ നമ്മളെ കറിയായി, ഉപ്പേരിയും അവിടെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ഫിഷും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത്രയും പണി ചെയ്ത് കഴിഞ്ഞാൽ ലഞ്ചിൻ്റെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഏറെക്കുറെ ആര്യനും ഞാൻ നമുക്ക് ഉണ്ടാക്കുന്ന അതേ ഫുഡുകളെ കൊടുക്കൽ. ആദ്യമൊക്കെ അവന് സെപ്പറേറ്റ് ആയിട്ട് ചെറിയരിക്കഞ്ഞി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ പിന്നെ റൈസും ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ കഴിക്കൊന്നുമില്ല, എന്നാലും ഞാൻ അങ്ങനെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കല. എന്നാലുള്ളൂ അവനിപ്പോൾ നോർമൽ ഫുഡൊക്കെ ഒന്ന് വരുള്ളൂ. അപ്പോൾ ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചു, ആവശ്യത്തിന് ഓയിലും ഒഴിച്ചു കൊടുത്ത് അതൊക്കെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. കറിവേപ്പിൻ്റെ ഇല ടേസ്റ്റിനും പിന്നെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, കറിവേപ്പിൻ്റെ ഇല ഇട്ട് ഞാൻ ചിലവർ പറയാറ് മീൻ അടി പിടിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുത്താൽ അടി പിടിക്കൂല എന്ന് പറയണത് കേട്ടിട്ടുണ്ട്. കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ആ ഒരു ശീലം പഠിച്ചുകൊണ്ട് കറിവേപ്പില ആവശ്യത്തിനുള്ളതുകൊണ്ട് അത് ഇട്ടിട്ട് ആ ടേസ്റ്റും കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് എണ്ണയ്ക്ക് ആദ്യം കറിവേപ്പില ഇട്ടു. എന്നിട്ട് മീൻ നല്ലോണം മസാല ഒന്ന് എല്ലായിടത്തുനിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് മാക്സിമം മീനിക്ക് ആക്കി കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ ആവശ്യത്തിനുള്ള മീൻ മാത്രമേ ഫ്രൈ ആക്കണുള്ളൂ. ബാക്കി വൈകുന്നേരത്തിനുള്ളത് വൈകുന്നേരം ഫ്രൈ ആക്കലാണ് ഞാൻ പൊതുവേ ചെയ്യൽ. കാരണം എനിക്കത് ഏതായാലും ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണല്ലോ. അപ്പോൾ വൈകുന്നേരം പിന്നെ ഫ്രഷോടെ മുരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ രാത്രിക്കൊക്കെ വേറെ പൊരിക്കലാണ്. ഉച്ചയ്ക്ക് ആവശ്യത്തിനുള്ളത് മാത്രം പൊരിച്ചിട്ട് രാത്രി പിന്നെ വേറെ പൊരിക്കും. ഇപ്പോൾ കിച്ചണ് വീണ്ടും മെസ്സായിട്ടുണ്ട്, ആവശ്യത്തിന് പാത്രം പിന്നെയും കേൾക്കാനായി. അപ്പോൾ ഞാൻ ആ പാത്രം അവിടെ ഇട്ടിട്ട് ആര്യന് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നു. കുറച്ച് നേരം അവൻ്റെ കൂടെ സംസാരിച്ചിരുന്ന് അവന് കുറേ നേരമായിട്ട് തന്നെ കുക്ക് ചെയ്യാനൊക്കെ സമ്മതിച്ചല്ല. അപ്പോൾ ഞാൻ അവന് കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് അവൻ്റെ കൂടെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. പിന്നെ ആൾക്കിപ്പോൾ കുറച്ചൊക്കെ ദേഷ്യം വരൽ തുടങ്ങിയിരിക്കണം, കാരണം ഏകദേശം ഉറങ്ങാനുള്ള ടൈമായി തുടങ്ങിയിരിക്കണം. അപ്പോൾ ഞാൻ അവിടെ ഇരുത്തിങ്ങാണ്ട് പണിയെടുക്കാൻ പറ്റുമോ നോക്കി, പക്ഷേ അവൻ സമ്മതിച്ചില്ല. അവൻ കുറച്ച് നേരം ഞാൻ പാത്രം കഴുകിയപ്പോൾ തന്നെ ഭയങ്കര കരച്ചിൽ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഇതിങ്ങനെ നടക്കില്ല. അപ്പം ഞാൻ വെല്ലം എൻ്റെ പാത്രം കയ്യിൽ നിർത്തിയിട്ട് അവനെടുത്തിട്ട്
പോയി. പിന്നെ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്താൽ പിന്നെയും അവൻ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവന് ജസ്റ്റ് കളി തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ പാത്രം കഴുകൽ തുടങ്ങി. ഇതാണ് കഴുകി വെച്ച് കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും മോർണിംഗിൽ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ മോർണിംഗിൽ കഴിഞ്ഞുകൊണ്ട് കിച്ചണും കൂടി നീറ്റാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു. പിന്നെ കാഹിൽ വരുമ്പോഴത്തേന് എനിക്ക് കുളിക്കലും അതേപോലെ തന്നെ അവനെ ഉറക്കും. ആര്യനെ ഞാൻ എന്തായാലും കാഹിൽ വരുന്നതിന് മുമ്പ് മാക്സിമം ഉറക്കാൻ ശ്രമിക്കലുണ്ട്. കാരണം കാഹിലിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആര്യൻ ഉറങ്ങില്ല. ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ മൊത്തം ബഹളേക്കരം. പിന്നെ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേന് തല്ലും തിരക്കും എന്നൊക്കെ. ഞാൻ ആദ്യം തന്നെ ആര്യന് ഫുഡ് കൊടുത്ത് കുളിപ്പിച്ച് അവനെ നേരത്തെ കടത്തി ഉറക്കും. അപ്പോൾ അതിൻ്റെ മുമ്പ് എൻ്റെ പാത്രം കഴുകൽ നേരത്തെ കഴിച്ചാലോ വിചാരിച്ചിട്ട് പെട്ടെന്ന് കഴുകിക്കൊണ്ട് നിൽക്കണം. ആൾക്ക് ദേഷ്യം വന്നിക്കണം, എന്നെ പിടിച്ചുന്തലും തള്ളലൊക്കെ തുടങ്ങിയിരിക്കണം. പിന്നെ ഞാൻ അത്രയ്ക്ക് കരയണമൊന്നുമില്ല, ഇടയ്ക്ക് വന്നിങ്ങനെ ഡിസ്റ്റർബ് ആക്കണുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് എൻ്റെ പരിപാടികളാണ് തീർത്താലോ വിചാരിച്ചു. പിന്നെ വരുമ്പോൾ ഈ പാത്രം കാണണ്ടല്ലോ വിചാരിച്ചിട്ട് അവൻ ഉറക്കാൻ പോയി കഴിഞ്ഞാൽ കുറേ നേരം പിടിക്കും ഉറങ്ങിക്കിട്ടാൻ. അപ്പോൾ പിന്നെ ഞാൻ ഈ പരിപാടിയാണ് തീർത്തിട്ട് അവനെ കൊണ്ടുപോയി ഉറക്കാൻ വിചാരിച്ച്. ഒരു ശരാശരി ഒരു വീട്ടമ്മയുടെ എല്ലാ വീട്ടമ്മമാരുടെയും അവസ്ഥ തന്നെയായിരിക്കണം. നമുക്ക് ഇത്രയും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളായിരിക്കും ചെയ്യാണ്ടായിരിക്കുക. നമ്മൾ വർക്കിന് പോകുന്നുണ്ടെങ്കിൽ പോലും വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാലും വീട്ടിൽ നമുക്ക് ഇത്രയും ജോലികളുണ്ടാവും. എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരലൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് അരിഞ്ഞു തരാനുള്ളതും അങ്ങനത്തെ പണികളൊക്കെ നോർമലി ചെയ്തു തരാറുണ്ട്. ടൈമില്ലാത്ത കൊണ്ടാണ് ഇപ്പോൾ ചെയ്തു തരാത്തത്. നോർമലി രാവിലെ അരിയാലതൊക്കെ ഒരുവിധം സാധനങ്ങളും ഒക്കെ സെറ്റാക്കി തരലുണ്ട്. ആ പരിപാടിയാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അരിഞ്ഞ് സെറ്റാക്കണ ഉള്ളിയൊക്കെ അരിയാനുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അധികം ചെയ്യാതിരിക്കില്ല. കാരണം എനിക്ക് പെട്ടെന്ന് കണ്ണിന്ന് വെള്ളം വരും. അപ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ ഞാൻ ഇക്കാക്ക് ഇട്ട് കൊടുക്കില്ല. ഹെൽപ്പ് ചെയ്ത് തരാറൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഒരുവിധം ഉത്തരവാദിത്തം എങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മൾ സ്ത്രീകൾക്ക് തന്നെയാണ്. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഏറ്റെടുത്ത് പോകും. അത് നമ്മളൊരു ഉത്തരവാദിത്തമായിട്ട് നമ്മൾ കണ്ട് നമ്മൾ തന്നെ അത് ചെയ്യും. അപ്പോൾ അത് എന്നെ പോലെ തന്നെ ആയിരിക്കും എല്ലാവരും. നമ്മൾ സ്ത്രീകളായതുകൊണ്ട് നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്യുന്ന ആൾക്കാരും ആയതുകൊണ്ട് ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മളെ തലയിലാണ്. അതിൻ്റെ ഇടയിൽ ആര്യനെ ഞാൻ ഉറക്കിട്ടോ. കാഹിൽ സ്കൂളിട്ട് വരും ചെയ്തു. അവന് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിന്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും പാടെ നിസ്കരിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഞാൻ അവൻ്റെ കൂടെ അധികം ഞാൻ ഉച്ചക്ക് അവൻ വന്നാൽ തന്നെ ഫുഡ് കഴിക്കൽ. ഒറ്റക്ക് കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ അവനും കൂടെ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ഫുഡിന് മീനും ഉപ്പേരിയും കറിയും. അവനക്ക് ഈ മീൻ കണ്ടിട്ട് ഭയങ്കര അവൻ്റെ വിചാരം കരിമീനാണോ മമ്മ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു, വലിയ മീനായതുകൊണ്ട്. എന്തായാലും ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇനി ഒന്ന് ഉറങ്ങണം. ആരും ഇപ്പോഴും എണീറ്റിട്ടില്ല. ഇനി ഒരു മണിക്കൂറൊക്കെ ഇനിയും അവൻ ഉറങ്ങും. അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് നേരം ഞാനും കടന്ന് അങ്ങനെ നമ്മൾ ലഞ്ച് പരിപാടിയും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.